മോനെ, മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കൂലേ? വർഗീസേട്ടാ, കുട്ടി എങ്ങനെ ഇവിടെ എത്തി? എനിക്കെവിടെയും എപ്പ വേണമെങ്കിലും എത്താം. എന്തോന്ന്? മനുഷ്യനെ മെനക്കെടുത്താതെ പോയി കിടന്ന് ഉറങ്ങുവച്ചേ. എന്നെ മനസ്സിലായില്ലേ? അയ്യോ, അയ്യോ, എന്റെ കർത്താവേ, ഈ പ്രേതത്തിന്റെ മുന്നിൽ തന്നെ രക്ഷിക്കണമേ. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവേ, എന്നെ രക്ഷിക്കണേ കർത്താവേ. സാമ്പേട്ടാ, കർത്താവേ, എന്നെ എത്രയും വേഗം സാമ്പേട്ട മുന്നിൽ എത്തിക്കണമേ. സാമ്പേട്ട ഒന്ന് എണീച്ചേ, ഒരു അത്യാവശ്യ കാര്യം പറയാനാ. പാതിരായ്ക്ക് ആരായി വാങ്ക് വിളിക്കുന്നത്? വർഗീഫേ, എണീക്കടോ. കണ്ണി കണ്ട കൂതറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചടിച്ച് ഫിറ്റായി കിടക്കണുണ്ടല്ലേ ശാവം. വർഗീഫേ, എണീക്കടോ. എന്നൊന്നും ചെയ്യല്ലേ, എനിക്ക് മഞ്ഞപ്പിത്തം വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ. എന്റെ ചോര കൊള്ളൂല. ആ സാമ്പത്തികന്റെ ചോര നല്ലതാ. ഓ നെഗറ്റീവ്. എടോ കുക്കൂതറേ, എണീക്കടോ. അയ്യോ പാടി, വേഷം മാറി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എഴുന്നേക്കടാ, ഇത് ഞാനാ സാംബശിവൻ. എന്ത് വാടാ ഇത്? പ്രിൻസിപ്പൾ അച്ഛൻ അറിഞ്ഞാ പണി പോവും. പണി പോയാലും കുഴപ്പമില്ല എന്റെ സാമ്പശിവൻ ചേട്ടാ. അന്ന് ഞാൻ ഗൗരിയുടെ പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഇന്നും ഞാൻ കണ്ടു. ആ പാർവതിയുടെ രൂപത്തിലാണ് വരുന്നത്. ഈ രീതി വെള്ളം അടിച്ച പാർവതിയല്ല ജയറാമന് വരെ നിനക്ക് പ്രേതമായിട്ട് തോന്നും. പോയി കിടന്നുറങ്ങോ. കണ്ണാടി പേടിച്ചു പോയി. ഞാനും പേടിച്ചു പോയി. കണ്ണാടിക്ക് വരാകണ്ട നേരം. പങ്കമം പങ്കമം ത്രിവേണി തോന്നിയതായിരിക്കും. പ്രേതം പ്രേതം അർജുനൻ ഫൽഗുനൻ സാരഥൻ വിജയൻ പിന്നെ കിരീടയും. അയ്യോ, രക്ഷിക്കണേ രക്ഷിക്കണേ. പാർവതി, പാർവതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തൊരു ഉറക്കം ഇത്? ഞാൻ ഡാൻസ് പ്രാക്ടീസിന് പോവാ. താൻ വരുന്നോ? എനിക്ക് നല്ല മൂഡില്ല. താൻ പൊക്കോ. ഓക്കെ, എന്നാ ഉച്ചയ്ക്ക് കാണാം.
പാർവതി, ഞാൻ തന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. തന്നെ പോലെ എനിക്കും ഉണ്ടായിരുന്നു വീടും കൂട്ടുകാരും അച്ഛനും അമ്മയും എല്ലാം. തന്റെ പ്രായമുള്ള എനിക്കും ജീവിച്ച കൊതി തീർന്നിട്ടില്ല. എനിക്ക് പാർവതിയുടെ സഹായം വേണം. എല്ലാം ഞാൻ പറയാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധ സാധികേ ശരണ്യേ ത്രയംബികേ ദേവി നാരായണി നമോസ്തുതേ. മോളെ ഗൗരി, സമയായി, വാ പോവാം. ഓക്കേ, ഞാൻ റെഡി, പോവാം. മോളെ, അമ്മ പറഞ്ഞതൊക്കെ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ദേ, അധികാരോടും കൂട്ടുകൂടാൻ പോണ്ട. അവിടെ പഠിക്കുന്നതിലധികവും പണക്കാരുടെ പിള്ളേരാ. നിന്റെ SSLC മാർക്ക് കണ്ടിട്ട് അവിടെ അഡ്മിഷൻ തന്നത്, അത് ഓർമ്മ വേണം. എല്ലാ അവധിക്കും ഞാൻ വരുമ്പോ അമ്മ പറഞ്ഞിരുന്നല്ലേ ഇത്? ഞാൻ നിന്നോടല്ലാതെ പിന്നെ ആരോട് പറയാനാ? മോളെ, ബുക്കും ഡ്രസ്സും എല്ലാം എടുത്തല്ലോ? എല്ലാം എടുത്തമ്മേ. എല്ലാ വെള്ളിയാഴ്ച വൈകുന്നേരം മോള് വീട്ടിൽ വരണം. അമ്മ തനിച്ചല്ലേ ഉള്ളൂ. ഞാൻ പോവാ. നിന്റെ അമ്മയ്ക്ക് വാശി ഇപ്പോഴും കുറച്ച് കൂടുതലാ. എത്ര നാളിങ്ങനെ പോകുന്നു നോക്കാം. കഷ്ടം അച്ഛാ, അമ്മ പേടിച്ച രാത്രി കഴിയുന്ന. അച്ഛനെന്താ വീട്ടിൽ വന്നാല് അതെങ്ങനെയാ? കുടി നിർത്താൻ പറഞ്ഞാ കേക്കല്ലോ. പോട്ടെ കള. മോൾ അച്ഛനോടൊരു സാധനം വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ദാ. എങ്ങനെയുണ്ട്? നോക്കിയാ? ഞാൻ നോക്കില്ല, മോള് നോക്ക്. ഇത് വേണ്ടായിരുന്നു. ഇതിന് ബ്ലൂടൂത്തും മെമ്മറി കാർഡും ഒക്കെ ഉണ്ട്. അയ്യോ, അപ്പൊ കടക്കാരൻ എന്നെ പറ്റിച്ചോ? നമുക്ക് തിരിച്ചു കൊടുത്ത് വേറെ വാങ്ങിക്കാം. നല്ലതാണെന്നാണല്ലോ അയാൾ പറഞ്ഞത്. നല്ല തന്നെ അച്ഛാ, താങ്ക് യു. ആണോ? പിന്നെ കാര്യമൊക്കെ ശരി. നല്ലതുപോലെ പഠിച്ചില്ലെങ്കിൽ അച്ഛന്റെ സ്വഭാവം മാറും. ഇതിന്റെ കാശ് എന്നെ മുഴുവൻ കൊടുത്തിട്ടില്ല. അയ്യോ, നേരം നോക്കി, ഞാൻ പോട്ടെ. നീ വണ്ടി കയറി, ഞാൻ ബസ് സ്റ്റോപ്പിൽ വിടാം. താങ്ക് യു. എന്ത് പറഞ്ഞാലും താങ്ക് യു. എന്റെ മൊബൈൽ ഫോൺ കണ്ടോ? നോക്കിയ 5130. അച്ഛൻ വാങ്ങി തന്നതാ. ഓക്കെ, ഞാൻ എന്റെ പ്രിയ സുഹൃത്തുക്കളുടെ ഫോട്ടോ ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, സ്മൈൽ. താങ്ക് യു. അത് വേണ്ട, ഓവറാവും. Look here. Smile. Hey, Anandu, look here, ya. Smile. അടങ്ങിയിരിക്കടാ. Thank you. ഓ ശരി ശരി. ഇങ്ങടാ. ഇങ്ങടാ. തരത്തില്ല. ഏയ് ക്രിസ്റ്റി, ഇതാ പിടിച്ചോ. സൈലൻസ്. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരിക, ഫോട്ടോ എടുക്കുക. ഐ വിൽ റിപ്പോർട്ട് ദിസ് ടു ദ പ്രിൻസിപ്പൽ. അയ്യോ, ഐ ആം സോറി ജൂണ. എനിക്ക് മാത്രമല്ലേ മൊബൈൽ ഫോൺ ഇല്ലാതിരുന്നേ. അത് കിട്ടിയപ്പോ. ഓക്കെ, ഗോ ടു സീറ്റ്. ഫാദർ ഷുഗർ കെയിൻ വരുന്നുണ്ട്. നമ്മുടെ പഞ്ചാര അച്ഛൻ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബ്ലൂ ഹൗസ് 1 ഋഷ, 2 ക്രിസ്റ്റി, 3 അനന്തു, 4 വിഷ്ണു, 5 ജോസ്, 6 റഹീം, 7 ഡോൺ, 8 അഖില, ഗ്രീൻ ഹൗസ് 9 ആനന്ദ്, 10 കിരൺ, 11 സാഹിൽ, 12 പോൾ. നമ്പർ 13 ഗൗരി. Using mobile phone in the school is an offense. Don't you know that? Get out. Juna, anybody absent today? No, father. Robert Frost, road note taken. എന്റെ സ്റ്റുഡൻസ് എല്ലാം നന്നാവാൻ വേണ്ടിട്ടല്ലേ ഞാൻ വഴക്ക് പറയുന്നത്. ഇനി ഇത് ആവർത്തിക്കരുത്. ഓക്കെ, നൈസ് ഗേൾ.